ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് 2 വലിയ ഗ്ലാസ് ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇതിപ്പം ചെറിയൊരു മഞ്ഞ കളറായിട്ടുണ്ട്, എന്നാലും മധുരം വെച്ചിട്ടില്ല. നല്ല പുളിയോട് കൂടിയിട്ടുള്ള മാങ്ങയാണ്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അരയാൻ പാകത്തിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ്. മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ജ്യൂസിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും. ആദ്യമേ മുഴുവൻ വെള്ളം ചേർക്കണ്ട, എന്നാൽ അരയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണ്. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനത് 2 ഗ്ലാസ്സിലേക്ക് ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് നമുക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.